Ready? 1, 2, 3, start! Happy Vishnu! Happy Vishnu! അപ്പം നമ്മുടെ വിഷു നാളെ കേട്ടോ. ഇന്നലെ ഞാൻ രാത്രി എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോയപ്പം രണ്ടാമതായിട്ട് വണ്ടി ഒന്ന് പൂജിച്ചായിരുന്നു. അതിൻ്റെ മാലയാണ്. പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇതുവരെ എത്തിയത്. അപ്പോൾ ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ ഡ്രൈവിൻ്റെ എല്ലാ ചെളികളും ഇത് ഫുള്ള് വണ്ടിയിലുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഫുള്ള് ചെളി തെറിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെളിയുണ്ട്. പിന്നെ ഈ ഭാഗത്ത് എഞ്ചിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒന്നും പറയണ്ട, വർഷങ്ങളായിട്ട് കഴുകാതെ വെച്ച വണ്ടി പോലെ ഉണ്ട്. നോക്കിയേ, സൈലൻസർ ഫുള്ള് ചെളി കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകണം. പക്ഷെ വണ്ടി പവർഫുള്ളാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വണ്ടിയുടെ. ഞാൻ അമ്പലനടയുടെ അവിടേക്ക് വന്നേക്കാം കേട്ടോ. തുളസിമാല വാങ്ങണം. നമ്മൾ കണി വെക്കും, അപ്പോൾ ഫോട്ടോസിനൊക്കെ മാല വെക്കണം. എന്താ പോലെ 40 അല്ലേ? തിരിച്ചു വരുന്നത് അവിടെ എത്തി. അവിടെ ചോദിച്ചിട്ട് അവിടെ 40 രൂപ ഒരു മുഴം. ഒരു 4 മുഴെങ്കിലും വാങ്ങണം. ഇവിടെ എവിടെയും നോക്കട്ടെ, വേറെ ഉണ്ടാവും. അത് നാളെയാണ് വിഷു. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഒരു മാല മാല ഒരു മാല 50 രൂപ. ഒരു മാല ഒരു മുഴം മതിയാ? 4 മുഴം എടുത്ത് തരും. ഇവിടുന്ന് ഒരു മുഴം 25 രൂപയ്ക്ക് 4 മുഴം എടുക്കട്ടെ. സ്മെല്ലിട്ടത് നമ്മൾ തുളസിമാല വാങ്ങിച്ചിട്ടോ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വരാം. ഇവിടെ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ രാവിലെ എറണാകുളത്ത് നമുക്ക് ഫുൾ ചെളിയായിരുന്നു. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ വിഷുവിനതേ ഒരു ലോഡ് പടക്കം, കമ്പിത്തിരി, മത്താപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് വെച്ചാൽ ഇത് ഓലപ്പടക്കം. ഇതെന്തായിരുന്നു സാധനം? പെൻസില്, ലാത്തിരി, പെൻസിലും ലാത്തിരി, പിന്നെ കുറെ കമ്പിത്തിരി. പൊട്ടിക്കരുത്. സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് നോക്കാനാട്ടോ. പിന്നെ അത് മറ്റേ 2 പാക്കറ്റ് മത്താപ്പ്. മറ്റേ പേര് പറഞ്ഞൂടാ ഞാന്. മത്താപ്പ് തോന്നുന്നു. ആണോ? മുടിപ്പടക്കം. തലച്ചക്രം ഇല്ലേ? തലച്ചക്രം. അത് ചക്കരം. ഇതാണോ ചക്രം? തുറന്നേ. ഇത് നമ്മുടെ മാലപ്പടക്കട്ടാ. കമ്പിത്തിരി ഒരു സെറ്റ്. ഇതാണ് വെറൈറ്റി. പിന്നെ ഇതും വേറൊരു തരം കമ്പിത്തിരി. വെറൈറ്റി ചക്കരം കയ്യിൽ വെച്ച് കൊള്ളാലത്. മറ്റേത് നമ്മള് നിലത്ത് വെച്ചിട്ടല്ല ആ കറി, ഇത് കയ്യിൽ വെച്ചിട്ടാ കമ്പിമേ. ഇതും കമ്പിത്തിരി വേറെ ഉണ്ടാട്ടാ. മൂളൊരു പെട്ടിയില് 10 പീസായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് രാത്രി നമ്മള് ഇതൊക്കെ ആയിരിക്കും ഇവിടുത്തെ മെയിൻ പരിപാടി. പുതിയൊരു വെറൈറ്റി സാധനമല്ലേ കേസിയോ നിങ്ങളുടെ എറിഞ്ഞു പൊട്ടിക്കണത്? അത് കാണിച്ചില്ലേ? വീടി പടക്കം. ഇത് ഓൾമോസ്റ്റ് ഒരു 2000 സംതിങ്ങിന്റെ പടക്കം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ വാങ്ങിച്ചല്ല, എന്റെ അച്ഛൻ വാങ്ങിച്ചു വെച്ചുള്ളതാണ്. ഇത് പിള്ളേർക്കൊക്കെ കൂടിയിട്ട്. ഇതാണ് ലേറ്റസ്റ്റ് പുതിയ മോഡല് പടക്കട്ടോ. ഇത് എറിഞ്ഞു പൊട്ടി, ഇങ്ങനെ തന്നെ സെയിം സാധനം എറിഞ്ഞു പൊട്ടിക്കും. പിന്നെ ഇത് ഉരച്ചിട്ട് തീപ്പെട്ടിമ ഉരച്ചിട്ട് പൊടിക്കണതാണ് കേട്ടോ. ഇത് എറിഞ്ഞാ പൊട്ടില്ലല്ലോ. ഇങ്ങോട്ടിട്, ഇങ്ങോട്ടിട്. ഉരക്കിനെക്കാട്ട് നല്ല ഇതാ. നല്ല സൗണ്ട് ഉണ്ടല്ലേ. എനിക്ക് ഉരക്കണടാ, ഉരക്ക്. തീപ്പൊട്ടിട്ടെ, തീപ്പൊട്ടി എടുക്കും.
പറഞ്ഞ് ഞാനൊന്ന് കുറച്ചോട്ടെ. വരച്ചോ. എനിക്കറിയില്ല കേട്ടോ, എന്നാലും അതിൽ ട്രൈ. ഏത് ഭാഗം കുറയ്ക്കാ? മഞ്ഞ മഞ്ഞ മഞ്ഞ. ഇങ്ങനെ അതോ ഇതിലില്ലടാ, ഞാൻ മറ്റേ ലൈറ്റർ ലൈറ്റർ ലൈറ്റർ. ഫസ്റ്റ് ആരെ പൊട്ടോ നോക്കാം. ഇന്റെ ഇവിടെ അയ്യ എന്റെ ചീറ്റി. എടാ ഇന്റെ കത്തിയില്ല, രണ്ടും പോയി. ഒന്നുകൂടി എടുത്തോ. എന്റെ കത്തിയില്ല, എന്റെ കത്തി ഒന്നുണ്ട്. ഇതാണ് ഇതിന്റെ പെട്ടി വരുന്ന കേട്ടോ. അപ്പൊ ഇതിന് പറഞ്ഞതിന് 20 രൂപയാണ് ചാർജ്. ഒന്നില് 40-50 എണ്ണം ഉണ്ടാവും. 40-50 എണ്ണം ഉണ്ടാവില്ലേ? അയ്യ 100 രൂപ കഴിഞ്ഞാട്ടോ. 100 രൂപ ഉള്ളോ? 500 രൂപ വെച്ച് ഞങ്ങൾ കരുതിയിട്ടാണ് വാങ്ങിച്ചറാ. കച്ചവട വീതൊക്കെയാണ്. ഞാൻ പോന്നെ ശരിയാവില്ല. അപ്പൊ നമുക്ക് കുറച്ച് പാക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള വീട്ടിലേക്ക് പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഇനി നാളികേരം ഇങ്ങനെ മുറിക്കണം ചെറുതായിട്ട്. അതെനിക്കുള്ള പണി. അപ്പം ഇനി നമ്മൾ കണി വെക്കാനായിട്ട് കണി ഒരുക്കുകയാണ്. നാളെ പുലർച്ചെയാണ് നമ്മൾ കണി കാണുക. നമ്മൾ കണി ഒരുക്കി കഴിഞ്ഞിട്ടോ. കണി വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെക്കും. പണം വെക്കും, അതുപോലെ സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണ്ണം വെക്കും, പിന്നെ നാണയം വെക്കും, കോടി വെക്കും കേട്ടോ ഗുരുവായൂരപ്പന്. അതുപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ വെക്കും. പിന്നെ വാൽക്കണ്ണാടി വെക്കും. അത് ഗുരുവായൂരപ്പൻ്റെ ഓപ്പോസിറ്റായിട്ട് കണ്ണന് കാണുന്ന രീതിയിലാണ് കേട്ടോ വെക്കുക. അങ്ങനെ പിന്നെ കണിക്കൊന്നയും വെക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണി ഒരുക്കുന്നത്. എടുക്കും. തീരുന്നില്ലടാ. ചക്രം കത്തിക്കാണ്. അടുത്തത് കമ്പത്തിരി. കമ്പ മറ്റന്നാണ്. അച്ഛനൊക്കെ പൊള്ളുണ്ടോ? പൊള്ളും, നന്നായി പൊള്ളുന്നില്ല. ലൈറ്റ് എല്ലാം കിടത്തി. അടുത്തത് വലിയ കൈഷോട്ട് അടിക്കാൻ പോവാണ്. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാല് ഫുള്ള് പോട്ടാ. വെയിറ്റിംഗ് ഫോർ ദിസ്. എടാ നോക്കടാ, അത് തുമ്പത്ത് പിടിപ്പിക്കേ. അല്ലോ ഒന്ന് ചിരിക്കൂ. വിഷു നമുക്ക് ആഘോഷിക്കല്ലേ. എന്റെ മുഖം കണ്ടിട്ടെങ്കിലും ചിരിച്ചു. എങ്ങനെ പൊട്ടു? ഗുണ്ട് ഗുണ്ട് അവിടെ സാധനം കാണിച്ചെന്നേ. 30 ഉണ്ട്. എന്നാ അവിടെ തിരിയുണ്ട് ഇപ്പുറത്ത്. ഇലക്ട്രിക് ഫീസാ. ആ തിരിയാണ് കൊളുത്തുണ്ട്. ചോട്ടെ ഇത് ചെറുതട്ടാ. ഇത് അധികം പോയില്ല. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ എന്റെ പൊന്നോ, ഇത് നല്ല ലോങ് പോയിട്ടത്.
ഇനിയിപ്പോ വയ്ക്കാൻ പോകുന്നത് എത്രത്തോളം പോകുന്ന അറിയില്ല. എന്തായാലും 30 പൈസ ഉണ്ട്, അടിപൊളിയായിരിക്കും. തിരി കണ്ട തിരി. ആ അടിപൊളി. Oh my god. അടിപൊളിയായിട്ട് ഇതാണ് നമ്മള് പൊട്ടിച്ചേട്ടാ. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. കണ്ട സാധനം അടിപൊളി. ആ ഗുണ്ടല്ലത്. ആ അത് അച്ഛനോടല്ല എന്നോടാ. ഗുണ്ട നെക്സ്റ്റ്. ഗുണ്ട നമ്പർ 2. ഇത് പിടിക്ക്. പിടിച്ചോ പിടിച്ചോ. ആ റെഡി 1 2 3. ആ കത്തിക്ക് കത്തിക്ക് കത്തിക്ക്. ആ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കൈ അടുത്തേക്ക് പിടിക്ക്. മാലപ്പടക്കത്തിന്റെ അത് ഒക്കെ അല്ലേ. ആ